നമസ്കാരം. മിസ്റ്റർ മീസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ അമൃത, മംഗലാപുരം PA കോളേജിൽ മലയാള വിഭാഗം അധ്യാപികയായി സേവനമനുഷ്ഠിക്കുന്നു. ഇന്നത്തെ ചിന്താവിഷയം പരിഗണനയാണ്. പരിഗണന എന്ന് പറയുന്നത് ഒരിക്കലും കുറച്ച് ആളുകൾക്ക് മാത്രം അവകാശപ്പെട്ട ഒന്നല്ല. എല്ലാ മനുഷ്യർക്കും തുല്യമായ അളവിൽ കൊടുക്കേണ്ട ഒന്നാണ് പരിഗണന. അവിടെ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ എന്നൊന്നില്ല. പരിഗണിക്കപ്പെടാത്ത സ്ഥലങ്ങളിൽ, അതിപ്പോ വളരെ ചെറിയ കാര്യങ്ങളിലാണെങ്കിൽ പോലും അവഗണിക്കപ്പെടുന്നവന്റെ ഉള്ളിൽ അത് വളരെ വലിയ ഫീലിങ്സ് ആയിട്ട് ഉണ്ടായിരിക്കും. അത് ചിലപ്പോ നമുക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അത്രത്തോളം വേദന അവരനുഭവിച്ചിട്ടുണ്ടാകാം. ഓരോരുത്തർക്കും സെപ്പറേറ്റ് പരിഗണനകൾ കൊടുക്കാതെ എല്ലാവർക്കും തുല്യമായ അളവിൽ പരിഗണന കൊടുക്കപ്പെടുമ്പോൾ നമുക്ക് കിട്ടാനുള്ള പരിഗണന നമുക്കും ലഭിക്കും. നമ്മുടെ വീടുകളിൽ തന്നെ എടുക്കുകയാണെങ്കിൽ അമ്മമാർക്ക് കൊടുക്കേണ്ട പരിഗണനയുണ്ട്. അതേ അളവിൽ തന്നെയാണ് പെങ്ങന്മാർക്കും ഭാര്യക്കും കൊടുക്കാനുള്ള പരിഗണന എന്നുള്ളത്. അതുപോലെ തന്നെയാണ് ഓഫീസ് കാര്യങ്ങൾ എടുക്കുകയാണെങ്കിലും പല പൊസിഷനിലുള്ള സ്റ്റാഫുകളും അവിടെ ഉണ്ടാകും. സീനിയോറിറ്റി പ്രകാരമോ ജാതിയുടെയോ മതത്തിന്റെയോ അടിസ്ഥാനത്തിൽ അവരെ അവഗണിക്കാതിരിക്കുക. എല്ലാവർക്കും പരിഗണന എന്നുള്ളത് തുല്യമാണ് എന്ന ബോധം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ചുറ്റുപാടുമുള്ള പല പ്രശ്നങ്ങൾക്കും പരിഹാരം അവിടെ ഉണ്ടാകുന്നു. ഉദാഹരണത്തിന് നമ്മുടെ കുട്ടികളെ തന്നെ എടുക്കാം. കുട്ടികളിൽ പഠന താല്പര്യക്കുറവും അലസതയും കണ്ടുവരാറുണ്ട്. പുതിയ പഠനപ്രകാരം ടീനേജ് പ്രായത്തിലുള്ള മക്കൾക്ക് മുതിർന്ന ആളുകളുടെ അതേ പരിഗണന നൽകുകയാണെങ്കിൽ അവരിൽ ഇത്തരം രീതികളിൽ നിന്നും വ്യത്യാസം വന്നതായിട്ട് കണ്ടുവരുന്നു. ഇവിടെ ഒരു പഴഞ്ചൊല്ല് പറയാൻ ആഗ്രഹിക്കുന്നു. ചെറുപ്പകാലങ്ങളിലുള്ള ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം വരെ. മറ്റൊരു ചൊല്ലാണ് ചൊട്ടയിലെ ശീലം ചൊടല വരെ എന്നുള്ളത്. ഈ രണ്ട് പഴഞ്ചൊല്ലിന്റെയും അർത്ഥം ഒന്നു തന്നെയാണ്. നമ്മൾ എന്താണോ ചെറുപ്പകാലങ്ങളിൽ പഠിച്ചിരിക്കുന്നത് അത് തന്നെയാണ് നമ്മൾ മരിക്കുവോളം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത്, മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാകുന്നത് എന്നുള്ളത്. അതെ, ഒരു നല്ല മനുഷ്യനായിട്ട് വളരാൻ ആദ്യ ബാലപാഠം എന്നുള്ളത് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ ആകട്ടെ. നന്ദി, നമസ്കാരം.